നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയുണ്ടങ്ങൾ ഏറ്റ് പിടഞ്ഞു വീണ അവസാന ശ്വാസത്തിൽ ഏ റാം എന്ന് മുഴക്കി മരണം വഹിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ഇന്ത്യ. ഇൻക്വിലാബിന്റെ ഇരടിയോടെ നെഞ്ചും വിരിച്ച് കഴുമരത്തിലേക്ക് നടന്നു കയറിയ ഭഗത് സിംഗിന്റെ ഇന്ത്യ. ജാലിയൻ വാലാബാഗിൽ ചിതറിത്തെറിച്ച ഇന്ത്യക്കാരുടെ ചുടുരക്തത്തിന് ലണ്ടനിൽ ചെന്ന് മൈക്കൽ ഒഡിയറുടെ നെഞ്ചത്ത് തുരതുരാ വെടിയുയർത്തി പകരം ചോദിച്ച പുത്തൻ സിംഗിന്റെ ഇന്ത്യ. ഹിമാം കൊട്ടാരത്തിലെ വട്ടമേശ സമ്മേളനത്തിൽ വിശുദ്ധ ഖുർആൻ കൈകളിലേന്തി യോഗാധ്യക്ഷനായ ജോർജിന്റെ മുഖത്ത് നോക്കി, മിസ്റ്റർ ജോർജ്, ഇഫ് യു ആസ്ക് അബൌട്ട് മീ നാഷണൽ, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, ഫൈനലി, ഐ ആം എൻ ഇന്ത്യൻ, ഐ ആം എൻ ഇന്ത്യൻ, ഐ ആം എൻ ഇന്ത്യൻ എന്ന് ആർജവത്തോടെ പറഞ്ഞ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഇന്ത്യ. വൈദേശികാധിപത്യത്തെ വീര്യം കൊണ്ട് വെല്ലുവിളിച്ച കാസിയാർ ഖത്തറിയിൽ ഉമർ കാസിയെ പോലുള്ളവരുടെ കഥ പറയാനുള്ള ഇന്ത്യ. പെറ്റമ്മയും പിറന്ന നാടും പ്രാണവായുവിനേക്കാൾ മഹത്തരമെന്ന് പ്രഖ്യാപിച്ച സ്വാമി വിവേകാനന്ദന്റെ ഇന്ത്യ. പാട്ടുകൾ അവരെ പോരാട്ടമാക്കി പടവാളുകൾക്ക് പിറവി കൊണ്ട ഇന്ത്യ. അസ്വാതന്ത്ര്യത്തിന്റെ പെരും മുഴക്കം കൊണ്ട് അസമാധാനത്തിലേക്ക് നീങ്ങുമ്പോൾ പൂർവികർ സമ്മാനിച്ച സ്വാതന്ത്ര്യത്തെ തിരിച്ചു പിടിക്കാൻ പോരാടേണ്ടവരാണ് നാം, പൊരുതി ജയിക്കേണ്ടവരാണ് നാം. ഓരോ ഭാരതീയനും ലാൽ സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ സ്വാതന്ത്ര്യദിന ആശംസകൾ.